പെടുന്നോലുണ്ട്, പൈസ വിഴുങ്ങുന്നോലുണ്ട്, അതൊക്കെ ഉണ്ട്, ധാരാളം പെടുന്നോലുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും. എല്ലാ സിഹറും ബാത്തിലാകാനുള്ള മാർഗമാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലോണം സ്വലാത്ത് ചെയ്യില്ല. ബിസിനസ് ചെയ്യുന്ന ചെറുപ്പക്കാര്, ബിസിനസ് ഒക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരല്ലേ, അതിൽ വലിയ അനുഗ്രഹങ്ങൾ, വലിയ കച്ചവട ലാഭം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ, നിങ്ങൾ പണക്കാരനാണെങ്കിൽ അതിന്റെ മാർഗം സ്വലാത്താണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവസം കണക്ക് വെച്ച് ചൊല്ലിക്കോളൂ. കിട്ടാവുന്ന സമയം മുഴുവനും ഷോപ്പിൽ ഇരുന്നിട്ടും അല്ലാണ്ടും വീട്ടിലിരുന്നിട്ടും യാത്രയിലും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ അനുഗ്രഹം ഇങ്ങനെ സദാ വർഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ അടുക്കലേക്ക് ഒരു സിഹറും ഒരു പിശാചും കടന്നു വരില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തിനെ രക്തത്തോട് ചേർത്തവൻ, അവന്റെ സിരകളിലൂടെ ഒഴുകുന്ന മുഴുവൻ രക്തത്തുള്ളികളിലും പുണ്യ നബിയുടെ സ്വലാത്തുണ്ടെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിശാചുകളിൽ അടുക്കൂല, ശൈത്താനുകളിൽ അടുക്കൂല. ശൈത്താൻ നിങ്ങളിൽ അടുക്കൂലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിഹറും ബാധിക്കൂല. സിഹർ ബാധിക്കണമെങ്കിൽ പിശാചിന്റെ സഹായം ഉണ്ടാകണം. പിശാചിന്റെ സഹായം ഉണ്ടാകുന്ന സാഹചര്യം നമുക്കുണ്ടാകുന്നപ്പോഴും നമ്മൾ അത്തരം അമലുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. പിശാചിന്റെ സാന്നിധ്യം ഇല്ലാതിരിക്കുക പരിശുദ്ധ റസൂലിന്റെ സ്വലാത്തിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത് റിയായിൽ പോലും പെടുത്താൻ പറ്റൂല. റിയാ പിശാചിന്റെ ഉൽപ്പന്നമാണ്, ശൈത്താന്റെ ഉൽപ്പന്നമാണ്. ആ റിയായിൽ പോലും അള്ളാഹു ഉൾപ്പെടുത്താത്ത അമലാണ് പരിശുദ്ധമായ സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇതിൽ ശൈത്താൻ കൂടൂല. ശൈത്താൻ കൂടാത്തത് കൊണ്ട് ഒരു സിഹറും നിങ്ങൾക്ക് ബാധിക്കൂല. നിങ്ങൾ ഒരാളുടെ അടുത്തും പോയി പ്രയാസപ്പെടേണ്ടി വരില്ല. അതിന്റെ ഏറ്റവും വലിയ മാർഗം പരിശുദ്ധ സ്വലാത്താണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബികലി ഖുലൈബുൻ മുഗ്റമുൻ യാ സയ്യിദി وهشاشة محشوة بهواك وإذا سكت ففيك صمتي كله وإذا نطقت فمادحا علياك وإذا سمعت فعنك قولا طيبا وإذا نظرت فما أرى إلاك صلى الله على محمد صلى الله عليه وسلم. يا سيدي, അങ്ങേറെ സ്നേഹിക്കുന്നൊരു കൊച്ചു ഹൃദയവും സ്നേഹത്താൽ തുളുമ്പി നിൽക്കുന്നൊരാത്മാവും എനിക്കുണ്ട്. ബികലി ഖുലൈബുൻ മുഗ്റമുൻ യാ സയ്യിദി ووشاشة محشوة بهواك وإذا سكت ففيك صمتي كله وإذا نطقت فمادحا علياك يا سيدي صلى الله عليه وسلم. അങ്ങേറെ സ്നേഹിക്കുന്നൊരു കൊച്ചു ഹൃദയവും സ്നേഹത്താൽ തുളുമ്പി നിൽക്കുന്നൊരു ആത്മാവും എനിക്കുണ്ട്. ഞാൻ മൗനിയാവുകയാണെങ്കിൽ എന്റെ മൗനം മുഴുവനും അങ്ങേക്ക് വേണ്ടിയാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എന്റെ സംസാരം മുഴുവനും അങ്ങേക്ക് വേണ്ടിയാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വല്ലതും കേൾക്കുകയാണെങ്കിൽ എന്റെ കേൾവി മുഴുവനും അങ്ങയെക്കുറിച്ചുള്ള സ്തുതികൾ മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വല്ലതും കാണുകയാണെങ്കിൽ എന്റെ കാഴ്ച മുഴുവനും അങ്ങയെക്കുറിച്ചുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. ഇത്രയും വാക്കുകൾ കൊണ്ട് ഈ മഹത്തായ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.